തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ തുടർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി അടുത്ത ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. മലയോര തീരപ്രദേശ മേഖലകളിൽ ജാഗ്രത തുടരണം. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ മഴ പെയ്തയിടങ്ങളിൽ മഴക്കെടുതിയും രൂക്ഷമായി തുടരുകയാണ്. കോഴിക്കോട് ഓമശ്ശേരിയിൽ 10 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. കുളത്തിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് മുഹമ്മദ് അജാസിന്റെ ജീവൻ നഷ്ടമായത്. ആലപ്പുഴ എടത്തുവയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി ഒരാൾക്ക് പരിക്കേറ്റു. അമ്പലപ്പുഴ സ്വദേശി പ്രദീപിന്റെ വീടിന്റെ മുൻഭാഗം ശക്തമായ കാറ്റിൽ തകർന്നു. കുട്ടനാട്ടിൽ മഴ തുടരുകയാണ്. എടത്വ, തലവടി, അമ്പലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വേമ്പനാട്ട് കായൽ, പുന്നമട കായൽ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കുട്ടനാട്ടുകാർ വെള്ളപ്പൊക്ക ഭീതിയിൽ തുടരുകയാണ്. കൊച്ചിയിലും കോഴിക്കോടും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. എറണാകുളം ചെല്ലാനത്ത് കടൽക്ഷോഭത്തെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. തിരുവനന്തപുരത്ത് കിള്ളിയാർ കരകവിഞ്ഞൊഴുകുന്നത് തുടരുകയാണ്. തിരുവനന്തപുരം ജഗതി ബണ്ട് കോളനിയിലെ വീടുകളിലും റോഡുകളിലും കയറിയ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.